അന്ന് അനൗൺസ് ചെയ്തപ്പോൾ ശരിക്ക് മോഹൻലാലും അമലയുമായിരുന്നു. നടി അമലയായിരുന്നു. അമല അന്ന് പ്രിയദർശന്റെ തന്നെ വന്ദനത്തിന്റെ റീമേക്ക്, എനിക്ക് തോന്നുന്നു നാഗാർജുനയൊക്കെ അഭിനയിച്ച വന്ദനത്തിന്റെ റീമേക്ക് നിർണയം എന്ന് പറയുന്ന അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം അത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ സിനിമ തുടങ്ങണേ. അന്നത്തെ മാഗസീൻസിലൊക്കെ നിങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ അതുണ്ട്. അന്നത്തെ മാഗസീൻസിൽ ഇങ്ങനെ അനൗൺസ്മെന്റ് ഉണ്ട്, പ്രിയദർശന്റെ ഓണം സിനിമ മോഹൻലാലും അമലയുമാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു അന്ന് മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടിയിട്ട് ഭയങ്കര ഹിറ്റായി നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നിശ്ചലായിട്ട് ശ്രീനിവാസനെ ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെയാണത് ജഗദീഷ് ശ്രീകുമാർ അല്ലാണ്ട് ആരെയും നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വേണുനാഗവള്ളി എഴുതിയിരുന്നതിന് നിശ്ചൽ എല്ലാം വേണുനാഗവള്ളി എഴുതി കൊടുത്തിരുന്നു. എന്നിട്ട് ഗുട്ടൻ മോഹൻ ഒരു തമാശ രൂപയാണ് പറഞ്ഞ് ഷൂട്ട് കൂട്ടി തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞ് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അന്ന് ഗാന്ധിമതി ബാലൻ എന്ന് പറയുന്ന പഴയ ഒരു ഫേമസ് പ്രൊഡ്യൂസർ, ഗാന്ധിമതി ബാലനാണ് ഗുട്ടൻ മോഹന്റെ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. മറ്റേത് ഒരു മാനേജറെ പോലെ ഇത് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്ന, എനിക്ക് തോന്നുന്നു ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഗാന്ധിമതി ബാലനാണ്. അപ്പോൾ ഗാന്ധിമതി ബാലനെ ഷൂട്ട് തുടങ്ങി കുറേ ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഓൾമോസ്റ്റ് കഴിയാറായിരുന്നു. വിളിച്ചിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു അന്ന് ഷൂട്ടൊക്കെ ഉഗ്രനായിട്ട് പോകുന്നുണ്ട്, നമ്മുടെ വേണുനാഗവള്ളി എഴുതി വെച്ച ആ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്, നമുക്കിനി അതുകൊണ്ട് വേറെ സിനിമ എടുക്കാമെന്ന്. സംഭവം അവിടെ എത്തിക്കഴിഞ്ഞപ്പോ മൊത്തം മാറി, വേറെ തരത്തിലൊക്കെ എഴുതി. പക്ഷെ പ്രിയദർശൻ അത് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ലേ. പ്രിയദർശൻ പറഞ്ഞത് വേണുചേട്ടൻ എഴുതിയ സ്ക്രീൻ പ്ലേ അത് തന്നെയാണ്, ഡയലോഗ്സ് ആണ് ഞാൻ പിന്നൊന്ന് മാറ്റി എഴുതി, പിന്നെ കുറെ ഇവര് കൈന്നിട്ട് ഇംപ്രൂവൈസ് ചെയ്ത്. കൂട്ടൻ മോഹൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതില് ആ ഇന്നസെന്റ് വന്നിട്ട് ആ പ്ലേറ്റ് വെച്ചിട്ട് ഒരു ഭക്ഷണം കഴിക്കണതും തൊഴണ ആ സാധനമൊക്കെ ഉണ്ടല്ലോ, ഇവര് തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഇവര് അങ്ങോട്ട് പറയണം. അസിസ്റ്റന്റ് ഡയറക്ടർ അപ്പുറത്ത് ആ ഡയലോഗ് എഴുതിയെടുക്കുക, കാരണം ഇവര് കയ്യിൽ നിന്ന് ഇടുകയാണ്.